നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സൗജന്യ പാർക്കിംഗ് അനുവദിച്ചിരിക്കുകയാണ് UAE. ദുബായിൽ 4 ദിവസം പണം കൊടുത്തുള്ള പൊതു പാർക്കിംഗ് സൗജന്യമായിരിക്കും. UAE റോഡ് സുരക്ഷാ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്നു മുതൽ ജൂലൈ 11 തിങ്കളാഴ്ച വരെയാണ് സൗജന്യ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കുക. എന്നാൽ മൾട്ടി ലെവൽ ടെർമിനലുകളിൽ പാർക്കിംഗ് സൗജന്യമായിരിക്കില്ല. നേരത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് കോവിഡ് സുരക്ഷാ നിയമങ്ങൾ UAE നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രഖ്യാപിച്ചിരുന്നു. ബലിപെരുന്നാൾ ആഘോഷത്തിന് മുന്നോടിയായി PCR പരിശോധന നടത്തി കോവിഡ് ഇല്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. ആഘോഷ പരിപാടികളിലും മറ്റും പങ്കെടുക്കുന്നവർ 72 മണിക്കൂറിനുള്ളിലെടുത്ത കോവിഡ് PCR പരിശോധനയുടെ ഫലം ഹാജരാക്കണം. മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയും വേണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തിരുന്നു. പെരുന്നാൾ നമസ്കാരവും ഖുതുബയും 20 മിനിറ്റിനകം പൂർത്തിയാക്കണം. പ്രാർത്ഥനയ്ക്ക് എത്തുന്നവർ നമസ്കാരപ്പായ കൊണ്ടുവരണം. മാസ്ക് ധരിക്കുകയും 1 മീറ്റർ അകലം പാലിക്കുകയും വേണം. ഹസ്തദാനമോ ആലിംഗനമോ പാടില്ല. 4 ദിവസത്തെ പെരുന്നാൾ അവധിയാണ് UAE പ്രഖ്യാപിച്ചിട്ടുള്ളത്. റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനായി വേഗപരിധി നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. നിയമലംഘനങ്ങൾ കണ്ടാൽ 901 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പെരുന്നാളിനോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ മോചിപ്പിക്കാൻ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടിരുന്നു. ഇതുപ്രകാരം 737 തടവുകാർക്കാണ് മോചനം ലഭിക്കുക. തടവുകാർക്ക് ശിക്ഷയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ അവ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ഈ തീരുമാനത്തിലൂടെ മോചിതരാകുന്ന തടവുകാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങാനും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. രാജ്യം പിന്തുടരുന്ന ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും മാനവികതയുടെയും മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണ് തടവുകാരുടെ മോചനമെന്നും UAE ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഷാർജയും ബലിപെരുന്നാളിനോടനുബന്ധിച്ച് തടവുകാരുടെ മോചനം പ്രഖ്യാപിച്ചിരുന്നു. 194 തടവുകാരെ അവരുടെ നല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കാനായിരുന്നു തീരുമാനം. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.